ഗുഡ് ഈവനിങ് എവരി വൺ. എൻ്റെ പേര് ഷാദിയ ബത്തുൽ. ഞാൻ മൈൻഡ് ഗുരു ഓൺലൈൻ കൗൺസിലിംഗ് സർവീസസിന്റെ ചീഫ് സോഷ്യൽ ഓഫീസറാണ്, സൈക്കോളജിസ്റ്റ് ആണ്, സൈക്കോതെറാപ്പിസ്റ്റ് ആണ്. ഇന്ത്യയിലുടനീളമുള്ള 9 ഭാഷകളിലായി 70ഓളം സൈക്കോളജിസ്റ്റുകൾ സേവനം അനുഷ്ഠിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് മൈൻഡ് ഗുരു കൗൺസിലിംഗ് സർവീസസ്. മാനസിക സമ്മർദ്ദങ്ങൾക്കുള്ള എല്ലാ വിധത്തിലുമുള്ള ശാസ്ത്രീയമായ ചികിത്സാ രീതികളും സ്വന്തം പ്രൈവസിയിലിരുന്ന് വ്യക്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൈവസിയോടെ തന്നെ നിങ്ങൾക്ക് ശാസ്ത്രീയമായി തന്നെ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ തരത്തിലുള്ള മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് മൈൻഡ് ഗുരു. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ് വിദ്യാഭ്യാസം. ഇത് നേടിയെടുക്കാനും വിജയം കൈവരിക്കാനും ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ വിദ്യാർത്ഥികൾ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. പഠിച്ചതൊന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എക്സാം വരുമ്പോൾ, പരീക്ഷ വരുമ്പോൾ വളരെയധികം ഭീതി തോന്നുന്നു, പേടി തോന്നുന്നു. ഇത്തരം പ്രശ്നങ്ങളുമായി നിരവധി വിദ്യാർത്ഥികളാണ് നമുക്ക് ഇന്ന് നമ്മുടെ ഈ പരീക്ഷക്കാലത്ത് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഭീതിയോടുകൂടിയും ഉത്കണ്ഠയോടുകൂടിയും മാത്രമാണോ പരീക്ഷക്കാലം കടന്നു പോകേണ്ടത്? ഒരുപാട് പ്രതീക്ഷകളും അല്ലെങ്കിൽ ഒരുപാട് വലിയ വലിയ നേട്ടങ്ങളിലേക്കുള്ള ആദ്യ പടിയാണ് ഇത്തരത്തിലുള്ള പരീക്ഷകൾ. ഈ പരീക്ഷകളെ നമുക്ക് എങ്ങനെ സമീപിക്കാം? പ്രഗത്ഭയായ സൈക്കോളജിസ്റ്റ് മിസ് ആയിഷ രഹന നമ്മൾക്ക് നൽകുന്ന പരീക്ഷയെ ഇനി പേടിക്കണ്ട എന്ന ഈ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സെഷൻ എടുക്കാൻ വേണ്ടി പ്രഗത്ഭയായ സൈക്കോളജിസ്റ്റായ, സൈക്കോതെറാപ്പിസ്റ്റായ, സൈക്കോളജിയിൽ PhD എടുത്തിട്ടുള്ള ആയിഷ രഹനയെ ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മള് ഒരു എന്താ പറയാ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയൊരു നീഡ് അഡ്രസ് ചെയ്യാനാണ് ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉള്ളത്. നിങ്ങളുടെ കൂടെ ഉണ്ട്, പ്രിയപ്പെട്ട കൂട്ടുകാരുടെ എല്ലാവരുടെയും കൂടെ ഉണ്ട്. പരീക്ഷ എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും വളരെയധികം ടെൻഷനുള്ള, ഈ പറഞ്ഞ ഇതില് ഉള്ള പലർക്കും വളരെയധികം ടെൻഷൻ ഉള്ള ഒരു കാര്യമാണ് ഒരു എക്സാം വരണം. അത് ഏത് ഏജ് ആയാലും എക്സാം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ടെൻഷൻ, വളരെയധികം ഫിയർ ഓട്ടോമാറ്റിക്കലി വരും. പക്ഷെ ആ എക്സാമിനെ നമുക്ക് എത്രത്തോളം നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നു, അത് ഒരിക്കലും ഒരാൾക്കും മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമൊന്നുമല്ല. നമ്മൾ നല്ല സയന്റിഫിക് ആയിട്ട് അല്ലെ വളരെയധികം കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ എക്സാമിനെയും തോൽപ്പിക്കാൻ പറ്റും. എക്സാം ഫിയേഴ്സിനെ നമുക്ക് നന്നായിട്ട് തോൽപ്പിക്കാൻ പറ്റും. നമുക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ കൂട്ടുകാരൊക്കെ തന്നെയും അല്ലെങ്കിൽ പാരന്റ്സ് ഒക്കെ തന്നെയും കുട്ടികളുടെ SLC അതുപോലെ തന്നെ +2 എക്സാംസിന്റെ ടെൻഷനിലും അതൊക്കെ ഒരു നാച്ചുറൽ പ്രോസസ് ആണ് അല്ലെ. നമ്മള് 10th കഴിയണു, ഡിഗ്രിക്ക് പോകുന്നു, അങ്ങനെയുള്ള ഒരു പ്രൊസീജിയറിൽ. പക്ഷെ പണ്ട് തൊട്ടേ നമ്മുടെ നാട്ടിലെ ഒരു സംസ്കാരം അനുസരിച്ചായിക്കോട്ടെ 10th എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ കൂട്ടുകാരോട് ആദ്യം പറയാനുള്ളത്, 10th എന്ന് പറയുന്നത് ഒരു ബാലികേറ മലയൊന്നുമല്ല. നമ്മൾ ഓരോ വിദ്യാർത്ഥിയുടെയും ഒരു പൊട്ടൻഷ്യലിനനുസരിച്ച് എല്ലാ കുട്ടികൾക്കും പാസ്സാവാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ടെസ്റ്റിംഗ് അല്ലെ നമുക്ക് പല മേഖലകളിലേക്ക് പോകാനുള്ള ഒരു ഗേറ്റ് വേ മാത്രമാണ് എക്സാം. ഇത് ലൈഫിന്റെ ഒരു എൻഡേ അല്ല. നമ്മൾ വളരെ ഉത്സാഹത്തോടെ നമുക്ക് അറിയണത് വളരെ കോൺഫിഡന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്താൽ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. ഇപ്പൊ 12th ആയിക്കോട്ടെ അല്ലെ 10th ആയിക്കോട്ടെ. അപ്പൊ ആദ്യം പറയാനുള്ള ഒരു കാര്യം, എക്സാമിനെ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമല്ല. എക്സാമിനെ പേടിക്കാതെ വളരെയധികം ബ്രേവ് ആയിട്ട് എക്സാം വേണം നമ്മളെ പേടിക്കാൻ എന്ന് പറയണായിരിക്കും. അപ്പൊ മൈൻഡ് ഗുരു നിങ്ങൾക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്യണത്, ഞങ്ങൾ കൂടെ ഉണ്ട്, പഠിച്ചത് മറക്കില്ല, പരീക്ഷയും പേടിക്കേണ്ട, നമുക്ക് ഒരുമിച്ച് എക്സാമിന്റെ ഫിയേഴ്സിനെ ഡിഫീറ്റ് ചെയ്യാം എന്നുള്ള ഒരു സെഷനാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ടൈം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ വളരെ എലാബറേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു ക്വിക്ക് ഗൈഡ് ആയിട്ട്, നിങ്ങളുടെ ഒരു ഇമോഷണൽ പാർട്ട്ണർ ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ പൊതുവെ എക്സാം എടുക്കണ സമയത്ത് നമ്മൾ എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ മാതാപിതാക്കൾക്ക് ആകട്ടെ കൂട്ടുകാർക്കാവട്ടെ പല രീതിയിലുള്ള ഡൗട്ടുകൾ വരും. അതായത് ചില രീതിയിലുള്ള ആൻസൈറ്റി, എക്സാം ആണ് ശരിക്കും ആൻസൈറ്റി എന്ന വേർഡിനേക്കാൾ ഉപരി പറയേണ്ടത് ഓവർ ആൻസൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം. എക്സാംസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഓവർ ആൻസൈറ്റി ഉണ്ടാവും. അത് പല കാര്യത്തിലായിരിക്കും. അതായത് നമ്മൾ പോർഷൻസ് പഠിച്ചിട്ടുണ്ടാവും, ഈ പഠിച്ചതൊന്നും എന്റെ തലയിൽ നിൽക്കോ, എനിക്കിതൊക്കെ ഓർക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ടെൻഷൻസ് കൂട്ടുകാർക്ക് ഉണ്ടാവാം. പിന്നെ പാരന്റ്സിന്റെ അടുത്തുനിന്ന്
പ്രഷർ ഉണ്ടാവാം. ഇപ്പത്തെ പാരന്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പണ്ടത്തതിനേക്കാളും പാരന്റ്സ് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആണ്. എന്നിരുന്നാലും പാരന്റ്സിന്റെ ഒരു സൈഡിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികൾ ഓൾറെഡി പ്രഷറിലായിരിക്കും, കുട്ടികൾക്ക് അവരുടേതായ ഒരു സ്ട്രെസ് ഉണ്ടാവും. അതിന്റെ കൂടെ നമ്മളും വല്ലാണ്ട് അവരെ പ്രഷറൈസ് ചെയ്യാതെ നമ്മൾ അവർക്ക് എന്താ കൊടുക്കണ്ടേ, അവർക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കാം. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നമുക്ക് ഒരുമിച്ച് ഇതിനെ ശരിയാക്കാം. അപ്പൊ കുട്ടികൾ ഇൻ കേസ് രാവിലെ നേരത്തെ ഒക്കെ എണീക്കുന്നുണ്ടെങ്കിൽ പാരന്റ്സും കൂടെ എണീറ്റ് കൊടുക്കുക. അല്ലാതെ പാരന്റ്സ് ഉറങ്ങിക്കിടക്കുമ്പോൾ കുട്ടികളെ മാത്രം പഠിക്കാൻ ഇരുത്താണ്ട് കുറച്ച് ദിവസമല്ലേ, ഈ കുറച്ച് ദിവസം നിങ്ങൾ നിങ്ങളുടെ ഉറക്കം ഒന്ന് കോംപ്രമൈസ് ചെയ്തിട്ട് അവർക്ക് എണീറ്റ് വന്ന ഉടനെ അവർക്ക് ഒരു കാപ്പിയോ ചായയോ എന്താന്ന് വെച്ചാൽ വെച്ചു കൊടുത്തിട്ട് അവരുടെ കൂടെ ഇരുന്ന് കൊടുക്കാം. അപ്പൊ അവർക്കും, അല്ലാതെ പഠിക്കുന്നില്ലേ ഏത് നേരം ടി വിയിലാണോ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ഇതിനേക്കാളും നമ്മൾ കൂടെ ഉണ്ട്, നമുക്ക് ഒരുമിച്ച് ഇത് ശരിയാക്കാം എന്ന രീതിയിൽ എന്റെ കൂടെ എന്റെ അച്ഛനും അമ്മയുണ്ട്, എനിക്ക് എന്ത് സപ്പോർട്ടിന് അവര് കൂടെ ഉണ്ട് എന്നുള്ള രീതിക്ക് കുട്ടിക്ക് എല്ലാ വേണ്ട സപ്പോർട്ടും, അത് ചിലപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു കുഞ്ഞി അഷ്വറൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിരിക്കും. അപ്പൊ കുട്ടികളെ ഒട്ടും പ്രഷറൈസ് ചെയ്യാതെ അവരുടെ കൂടെ നിന്ന് കൊടുക്കുക. അതാണ് പാരന്റ്സിനും സിബ്ലിങ്സിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. 10ാം ക്ലാസ്സിലാണോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ പേടിപ്പിക്കാതെ, അച്ഛനും അമ്മയും 10ാം ക്ലാസ് കഴിഞ്ഞതല്ലേ, പേടിക്കേണ്ട, ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു എക്സാമാണ്, നീ ഇത്രയും നാൾ എക്സാം എഴുതിയില്ലേ, അതുപോലെ തന്നെയാണ് 10ാം ക്ലാസ്സിലെ എക്സാമും. ആ ഒരു രീതിയിൽ പറയുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് വരും. അപ്പൊ പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നിങ്ങളൊക്കെ അത് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടാവും എന്ന് അറിയാം. ഇൻ കേസ് ഇപ്പൊ കുട്ടികളോട് പറയാണ്, കൂട്ടുകാർക്ക് ആർക്കെങ്കിലും അങ്ങനെ ഇപ്പൊ പാരന്റ്സിന് തിരക്കൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ കാര്യം ചെയ്യാം. അവരെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നില്ല, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക. കൃത്യമായ ഒരു സമയത്ത് എണീക്കുക, പ്രിപ്പയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവരെ കാത്തു നിൽക്കണം എന്ന് ഒരിക്കലും നമ്മൾ പറയണില്ല. അപ്പൊ നിങ്ങളും നിങ്ങളുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. പിന്നെയുള്ള ഒരു കാര്യമാണ്, നമ്മൾ കുട്ടികളെ കുറിച്ച് ഒരു എക്സ്പെക്ടേഷൻ വെക്കും. ഇവൻ ക്ലാസ്സിലെ ടോപ്പറാണ്, അതുകൊണ്ട് SLC-യിൽ ഇവന് ഫുൾ A+ ആയിരിക്കും. ഇല്ല, ഇവൻ കഴിഞ്ഞ എക്സാമിനൊക്കെ കുറെ പേപ്പർ പോയതാ, ഇവന് ജസ്റ്റ് പാസ് ചെയ്തു. അങ്ങനെയുള്ള ഒരു എക്സ്പെക്ടേഷൻസ് പാരന്റ്സിന്റെ അടുത്തുനിന്ന് ആയിക്കോട്ടെ, കുട്ടികളുടെ ഇടയിലായിക്കോട്ടെ, ഞാൻ കഴിഞ്ഞ എക്സാമിന് വളരെയധികം ജസ്റ്റ് പാസ് ആയിട്ടുള്ളൂ, അതുകൊണ്ട് ഈ എക്സാമിന് ഇനി എനിക്കൊന്നും പറ്റില്ല, അല്ലെങ്കിൽ അയ്യോ ഇനി ഫുൾ A+ വാങ്ങിച്ചില്ലേ ആകെ പ്രശ്നമാവുമല്ലോ, ചേച്ചിക്ക് ഫുൾ A+, അപ്പുറത്തെ വീട്ടിലെ കുട്ടി എന്റെ കൂടെ പഠിക്കണതാ, അവനും ഫുൾ A+, അപ്പൊ ഞാൻ ഫുൾ A+ വാങ്ങിച്ചിട്ടില്ല, അതൊരു വലിയ പ്രശ്നമാവുമല്ലോ എന്ന രീതിയിൽ കുട്ടികളും സ്ട്രെസ്ഡ് ആവാണ്ടിരിക്കുക. ഇത് എന്നൊക്കെ പറയണത് ലൈഫില്, നമ്മുടെ ഏറ്റവും വലിയ ലൈഫിലെ ഒരു പാർട്ട് മാത്രമാണ് ഈ എക്സാം. അപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ വളരെയധികം സ്ട്രെസ്ഡും വെറീഡും ഒന്നും ആവണ്ട. എന്ത് കിട്ടോ, അയ്യോ എനിക്ക് A+ കിട്ടോ, ഇല്ല ഞാൻ പാസ്സാവുക മാത്രമായോ, അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കാം. നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് അടുത്ത വീട്ടിലെ ആളായിട്ടോ നിങ്ങളുടെ സിബ്ലിങ്ങോ ആയിട്ടില്ല. ഇന്നലെ നിങ്ങൾ എന്തായിരുന്നോ, ഇന്നലെ നിങ്ങൾ എത്ര പെർഫോം ചെയ്തോ അതിനേക്കാൾ ഒരുപടി മുന്നിലാവാൻ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ പെർഫോം ചെയ്യണത്. അല്ലാണ്ട് ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ടോ ഒരു രീതിയിലും നമ്മൾ ടെൻസ്ഡ് ആവേണ്ട ഒരാവശ്യമില്ല. അതുപോലെ തന്നെ പഠിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടാവോ, ഞാൻ ആകെ എല്ലാം മറന്നു പോവോ, എനിക്കെല്ലാം ഓർമ്മയിൽ നിൽക്കുമോ, ഇനി എക്സാമിന്റെ ഡേയിലായിക്കോട്ടെ എനിക്കൊക്കെ എഴുതി തീർക്കാൻ പറ്റുമോ, ഞാൻ വിചാരിച്ച പോലെ എല്ലാം കവർ ചെയ്യാൻ പറ്റുമോ, എനിക്കൊക്കെ മറന്നു പോവോ. പിന്നെയുള്ള ഒരു ടെൻഡൻസിയാണ് നമ്മൾ പല മെറ്റീരിയൽ കാര്യമായിട്ട് റെഫർ ചെയ്യും. കുറെ ലേബറിന്റെ എടുക്കും, കുറെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും. ഇനിയിപ്പൊ നമുക്ക് അത്ര ദിവസമേ ഉള്ളൂ. അപ്പൊ ആ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഉള്ള മെറ്റീരിയൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അതിൽ കൂടുതലായിട്ട് നോക്കാം. പിന്നെയുള്ളൊരു കാര്യം, എവിടുന്നാ പഠിക്കുക, പഠിച്ചു തീരുവോ, കോൺഫിഡൻസ് ഇല്ലായ്മ, പിന്നെ പ്രിപ്പറേഷൻ കുറവാണ്. പിന്നെ ചില സമയത്ത് നമുക്ക് ആൻസർ ഷീറ്റ് ഒക്കെ കിട്ടുന്ന സമയത്ത് വളരെയധികം ആൻസൈറ്റി ഉണ്ടാവും. ആ ആൻസൈറ്റിയുടെ പുറത്ത് നമ്മൾ കുറച്ച് മാത്രം കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് കോമൺ ആയിട്ട് നമ്മുടെ കൂട്ടുകാരെ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്. ഈ ചാലഞ്ചസ് ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കി, അത് മാത്രമല്ല ഇത്തരം ചാലഞ്ചസ് നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും അതുപോലത്തെ ബുദ്ധിമുട്ടുണ്ട്, അയ്യോ എനിക്ക് മാത്രമല്ല, അപ്പൊ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഈ ഒരു സമയത്ത് എല്ലാവർക്കും കോമൺ ആണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ചാലഞ്ചസ് കുട്ടികൾക്കുണ്ട് എന്ന് പാരന്റ്സ് മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ള ചാലഞ്ചസ് ആണെന്ന് കൂട്ടുകാർ മനസ്സിലാക്കി അതിനെതിരെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുക, എത്ര കാമായിട്ട് നമുക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ നമുക്ക് അതിനെ ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇനി പറയാൻ പോണ ഒരു കാര്യം, നമുക്ക് ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം എന്ന് പറയുമ്പോൾ നമ്മളിത് ഈ ഒരു സെഷനെ 3 പാർട്ടായിട്ട് എടുക്കും. ബിഫോർ എക്സാം, ഡ്യൂറിങ് എക്സാം, ആഫ്റ്റർ എക്സാം. ഈ 3 പാർട്ടിലാണ് നമ്മൾ കാര്യങ്ങൾ
ഡിസ്കസ് ചെയ്യണം. ഈ ബിഫോർ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമിന് മുന്നേ ഈ ഒരു പീരീഡ്, നിങ്ങളുടെ എക്സാം വരെയുള്ള പീരീഡിൽ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ബിഫോർ എക്സാമിൽ വരിക. ആ ബിഫോർ എക്സാമിൽ തന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിക്കാൻ പോകുമ്പം വേർ ആൻഡ് വെൻ, എപ്പോഴാണ് പഠിക്കേണ്ടത്, എവിടെ ഇരുന്നാ പഠിക്കേണ്ടത്. അപ്പൊ അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആ. നമുക്ക് കോൺസെൻട്രേഷൻ വെൻ എന്ന് പറഞ്ഞാൽ ചിലർ പറയും രാവിലെ ഇരുന്ന് പഠിക്കണതാ നല്ലത്, എനിക്ക് രാവിലെ ഇരുന്ന് പഠിക്കണതാ നല്ലത്, അതുകൊണ്ട് നീയും രാവിലെ ഇരുന്ന് പഠിച്ചാൽ മതി എന്ന് ചിലപ്പോൾ നമ്മുടെ പാരന്റ്സ് പറയും. അല്ല, രാത്രി ഇരുന്ന് പഠിച്ച എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് വളരെയധികം കാം ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്, അപ്പൊ നീ രാത്രി ഇരുന്ന് പഠിച്ചാൽ മതി. അല്ലെ, നമ്മൾ നമ്മുടെ ഫ്രണ്ടിന്റെ അടുത്ത് ചോദിക്കും, എടാ നീ എപ്പോ ഇരുന്നാ പഠിക്കുക, നിനക്ക് എപ്പോ ഇരുന്ന് പഠിക്കുന്നതാ കംഫർട്ടബിൾ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവൻ പറയും എനിക്ക് രാത്രി ഇരുന്ന് പഠിക്കണതാ. പക്ഷെ ഈ ഒരു കാര്യം എന്ന് പറയണത് ഈ സൈക്കോളജിക്കലി പ്രൂവൻ ആണ്. ഓരോ ഇൻഡിവിജ്വലിനും ഓരോ സമയത്തിരുന്ന് പഠിക്കണതായിരിക്കും എഫക്റ്റീവ്. അപ്പൊ നിങ്ങൾക്ക് എപ്പോ ഇരുന്ന് പഠിക്കണതാണ് എഫക്റ്റീവ് എന്ന് ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, എപ്പോ ഇരുന്ന് പഠിച്ചാലാ നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവ് എന്ന്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഫ്രണ്ടോ അച്ഛനോ അമ്മയോ പാരന്റ്സോ ആരേത് ടൈം പറഞ്ഞാലും നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് തോന്നുന്ന ടൈം ഏതാണ് എന്ന് വിചാരിച്ച ആ ടൈം ചൂസ് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. പിന്നെ ഒറ്റ സ്ട്രെച്ചിൽ ഇപ്പം നമ്മൾ ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് 24 മണിക്കൂർ ഉണ്ടെങ്കിൽ നമ്മൾ 24 മണിക്കൂറിനും ടൈം ടേബിൾ ഉണ്ടാക്കും. നേരെ മറിച്ച് ഒരു ഈക്വൽ നമ്പർ ഓഫ് ബ്രേക്ക് കൊടുക്കുക പഠിത്തത്തിനിടയ്ക്ക്. അപ്പൊ അതും ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആ. അപ്പൊ ഒരു മണിക്കൂർ പഠിക്കുക, എന്നിട്ട് ഒരു ബ്രേക്ക് എടുക്കുക. ആ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെയും ഇടയ്ക്ക് കണ്ണൊക്കെ ചിമ്മി ഒന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ഇടയ്ക്ക് ഒന്ന് നടക്കാൻ പോകുക. ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. വീണ്ടും ഒരു മണിക്കൂർ ക്ലാസ് പഠിക്കുക. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 15 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. അല്ലാണ്ട് ഇതൊക്കെ പഠിക്കാണ്ട് കുറെ പഠിച്ചു തീരാണ്ട് എന്ന് ടെൻഷൻ അടിക്കാണ്ട് നമുക്ക് ആമ്പിൾ എമൗണ്ട് ഓഫ് ബ്രേക്ക് എടുക്കുക എന്നുള്ളതും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. വേർ ടു സ്റ്റഡി എന്നുള്ളത് വളരെയധികം മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം മിക്കയിടങ്ങളിലും പാരന്റ്സ് ശ്രദ്ധിക്കേണ്ടത് 10th എക്സാം ആണ്. കുട്ടിക്ക് കുട്ടിയുടേതായ ടെൻഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ഥലം കുട്ടിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പാരന്റ്സും ശ്രദ്ധിച്ചാൽ വളരെയധികം നന്നായിരിക്കും. നല്ല സമാധാനമായിട്ട് പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം വീട്ടിൽ ഒരുക്കി കൊടുക്കുക. അതെല്ലാവരും ചെയ്യുന്നുണ്ടാവും അറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാരന്റ്സിന്റെ അടുത്ത് ഡിമാൻഡ് ചെയ്യാം, എനിക്ക് ഇവിടെ ഇരുന്നാൽ കുറച്ചുകൂടെ നല്ലതാ. അപ്പൊ TV ഒക്കെ വേണമെങ്കിൽ കുറച്ചൊന്ന് കോംപ്രമൈസ് ചെയ്യുക, TV വെക്കുക, അങ്ങനത്തെ കാര്യങ്ങള് ഒക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്യുക. പഠിക്കുന്ന സമയത്തുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തു കൊടുക്കുക. പിന്നെ ഇപ്പൊ നമുക്ക് വീടൊക്കെ കുറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുറ്റത്തിറങ്ങിയിട്ട് പഠിക്കാം. അങ്ങനെ നമ്മൾ ഒരു സ്റ്റഡിയിൽ പറയണത് നമ്മൾ ഒരേ സ്ഥലത്ത് ഇരുന്ന് പഠിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് പല പല സ്ഥലങ്ങളിൽ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ അതായിരിക്കും എഫക്റ്റീവ് എന്നാണ് സ്റ്റഡീസും പ്രൂവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഹൗ ടു സ്റ്റഡി എന്നുള്ളത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഡിഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഹൗ ടു സ്റ്റഡി എന്ന് പറയുന്നത്. ചിലരെ സംബന്ധിച്ചിടത്തോളം കണ്ടു പഠിക്കുന്നതായിരിക്കും എളുപ്പം. അതായത് ചില വീഡിയോസ് കണ്ടിട്ട്, ഇപ്പൊ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ കണ്ടു പഠിക്കുന്നതായിരിക്കും ചിലരെ സംബന്ധിച്ചിടത്തോളം വളരെ എഫക്റ്റീവ്. ചിലർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ വായിച്ച് പഠിക്കുന്നതായിരിക്കും എഫക്റ്റീവ്. ഇപ്പൊ എനിക്കൊക്കെ പേഴ്സണലി വളരെ എഫക്റ്റീവ് ആയിട്ട് തോന്നിയത് എഴുതി പഠിക്കുന്നതാ. ഞാനൊക്കെ ഒരു കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ അത് നോട്ട് എഴുതി അങ്ങനെ കുറെ നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പഠിക്കാം. അപ്പൊ എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല വേറൊരാൾക്ക് എഫക്റ്റീവ്. അതും നമ്മൾ ഫൈൻഡ് ചെയ്തിട്ട് നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്. ചിലർക്ക് ഒറ്റവട്ടം ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്ന് മനസ്സിലാക്കി അത് പഠിക്കുക. സയന്റിഫിക്കലി പറയുമ്പോൾ നമ്മുടെ എല്ലാ സെൻസസും യൂസ് ചെയ്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അതിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു കാര്യം വായിക്കണു, ഒരു ബുക്ക് നോക്കിയിട്ട് നമ്മൾ ഒരു കൺസെപ്റ്റ്, ഇപ്പൊ ഗോൾജി ബോഡീസിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ അത് വായിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് എന്താണെന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വായിക്കുന്ന സമയത്ത് നമ്മൾ അത് കാണുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം നമ്മൾ വായിക്കുമ്പം നമ്മൾ അത് കേൾക്കുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മുടെ ലേണിംഗ് പ്രോസസ്സിൽ 2 കൈൻഡ് ഓഫ് സെൻസസ് ആക്റ്റീവ്ലി ഇൻവോൾവ് ആണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കാണുന്നുണ്ട്, നമ്മളത് കേൾക്കുന്നുണ്ട്. അപ്പൊ അറ്റ് എ ടൈം തന്നെ ഒച്ചത്തിൽ വായിച്ചു പഠിക്കുന്ന സമയത്ത് 2 കൈൻഡ് ഓഫ് സെൻസസിലും ഇൻഫർമേഷൻ രജിസ്റ്റർ ആവും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള സയന്റിഫിക്കലി എല്ലാ സെൻസസും യൂസ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് എഫക്റ്റീവ് ആയ ഒരു മെത്തേഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ചിലരടുത്ത് പറയും
ഇരുന്നിട്ട് പഠിക്കുക, ചിലർക്ക് കിടന്നിട്ട് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് പാട്ട് കേട്ട് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പൊ അതൊക്കെ തന്നെയും അതായത് ചിലരുടെ വയറിങ്, അതായത് ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ തന്നെ വയറിങ് വിഷ്വലി ആയിരിക്കും, ചിലർക്ക് കൈനസ്തെറ്റിക്കലി ആയിരിക്കും. വിഷ്വലി എന്ന് പറഞ്ഞാൽ അവർക്ക് കണ്ടുപഠിക്കാൻ എളുപ്പം, നേരത്തെ പറഞ്ഞ പോലെ. ചിലർക്ക് ഓഡിറ്ററി ആയിരിക്കും, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കേൾക്കണതായിരിക്കും. എനിക്കൊക്കെ ബൈഹാർട്ട് പഠിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ്. അപ്പൊ പണ്ടൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ബൈഹാർട്ട് പഠിക്കേണ്ട സാധനം റെക്കോർഡ് ചെയ്ത്, എന്റെ അമ്മ പഠിപ്പിച്ചെന്നൊരു ടെക്നിക്കാ, റെക്കോർഡ് ചെയ്തിട്ട് ആ റെക്കോർഡ് ചെയ്തത് കേട്ടു നോക്കും. എന്നിട്ട് അതിലെന്താ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ അത് പിന്നെയും പഠിച്ച് വീണ്ടും റെക്കോർഡ് ചെയ്ത്, അങ്ങനെയാണ് ബൈഹാർട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ. ഇപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് ബൈഹാർട്ട് ചെയ്യേണ്ടി വരുമല്ലോ, അപ്പൊ അത് കൺസെപ്റ്റ് എന്നുള്ള രീതിക്കല്ല. ഇപ്പം നമ്മൾ മദ്രസയിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഓതാനും ഒക്കെ ബൈഹാർട്ട് ചെയ്യേണ്ടി വരും, അങ്ങനെയുള്ളത്. അല്ലാണ്ട് എപ്പോഴും നല്ലത് കൺസെപ്ച്വലൈസ് ചെയ്തിട്ട് പഠിക്കുന്നതാ. ഒരു കൺസെപ്റ്റ് ആസ് സച്ച് എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുന്നതായിരിക്കും കൂടുതൽ എഫക്റ്റീവ്. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്ന മൊഡാലിറ്റി ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുക എന്നുള്ളത് വളരെയധികം എഫക്റ്റീവ് ആണ്. വാട്ട് ടു ലേൺ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ അത് വരണ സമയത്ത് എനിക്ക് കുറെ പഠിക്കാനുണ്ട്, ഈ ടെക്സ്റ്റ് മൊത്തം പഠിക്കാനുണ്ട്, ഞാൻ എങ്ങനെയാ പഠിച്ചു തീരാ, ഇനി എനിക്ക് കുറച്ച് ദിവസമേ ഉള്ളൂ, ഞാൻ എങ്ങനെയാ പഠിച്ചു തീരാ എന്നുള്ളൊരു ടെൻഷൻ മിക്ക കൂട്ടുകാരിലും ഉണ്ടാവും. അങ്ങനെ വരണ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു നോട്ട് എടുത്തിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എടുക്കുക. ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് പഠിക്കാം. മേജർ പോയിന്റ്സ് ഒക്കെ ഇതാക്കിയിട്ട്, ഇപ്പൊ ഒരു ചാപ്റ്ററിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്താൽ അത് കവർ ചെയ്ത് പോവാ. ഈച്ച് ആൻഡ് എവറി ലൈന് നമ്മൾ പഠിച്ച് ബൈഹാർട്ട് ചെയ്യണം, ഇല്ല മനസ്സിലാക്കണം എന്നല്ല. ആ ചാപ്റ്ററിന്റെ സമ്മറി എന്താണ്, ജിസ്റ്റ് എന്താണ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും എല്ലാ ചാപ്റ്ററിലും കവർ ചെയ്ത് പോകണം എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഈ വെബിനാറിന്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് മെമ്മറി ടെക്നിക്സ് ആണ്. ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെമ്മറി ടെക്നിക്സ് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ പഠിക്കാൻ യൂസ് ചെയ്യുമ്പോൾ സമയത്ത് ഈ എഴുതി നോട്ട്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ എഴുതി വിടുന്നതിനേക്കാളും ഇമേജസ് യൂസ് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ അത് വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും. നമ്മുടെ ബ്രെയിന് ഇമേജസ് കുറച്ചുകൂടെ എളുപ്പത്തിൽ അട്രാക്ട് ചെയ്യും, അല്ലെ ഇതാക്കും, ക്വിക്ലി പ്രോസസ് ചെയ്യും എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പൊ ഇമേജസ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അക്രോണിംസ് ആൻഡ് ന്യൂമോണിക്സ് യൂസ് ചെയ്യാം. ഇപ്പൊ അക്രോണിംസ് എന്ന് പറഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയുന്നതാണ് WHO എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ഇപ്പൊ കാണിച്ചു തരാം. ന്യൂമോണിക്സ് യൂസ് ചെയ്യാം. ഇപ്പൊ മേ ഐ ഹാവ് എ പില്ലോ എന്ന് കാണുന്നുണ്ടല്ലോ, അതില് പില്ലോയില് ഒരു PI ബോൾഡ് ചെയ്ത് കണ്ടോ? പൈ എന്നുള്ള മാത്തമാറ്റിക്കൽ ഫോർമുലയുടെ വാല്യൂസ് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് മേ ഐ ഹാവ് എ പില്ലോ എന്നിട്ടേക്കണത്. അപ്പൊ ആ പില്ലോ എന്നതിൽ നിന്ന് പൈ നമുക്ക് എടുക്കാം. മേ എന്നുള്ളതിൽ 3 ലെറ്റേഴ്സ് ഉണ്ട്. ഐയില് 1 ലെറ്റർ, ഹാവില് 4 ലെറ്റർ, ഹാവ് എയില് 1 ലെറ്റർ, പില്ലോയില് 6. പൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3, 4, 1, 6 എന്ന്. അതായത് പൈ എന്നുള്ള ഒരു മാത്തമാറ്റിക്കൽ ഇതിന്റെ ഫോർമുല 3.146 ആണ്. അപ്പൊ മേ ഹാവ് എ പില്ലോ എന്ന ന്യൂമോണിക്സിലൂടെ നമുക്ക് ആ വാല്യൂ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഇത് ഓരോ കൂട്ടുകാർക്കും അവരവരുടേതായ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള അക്രോണിംസും ന്യൂമോണിക്സും യൂസ് ചെയ്തിട്ട് ലേണിംഗ് അല്ലെങ്കിൽ മെമ്മറി എന്നുള്ളത് എഫക്റ്റീവ് ആക്കാം. അതിന്റെ ഒരു കുഞ്ഞ് എക്സാമ്പിൾ ആണ് ഇപ്പൊ കാണിച്ചത്. പിന്നെ ഒരു സ്റ്റോറി. അപ്പൊ നമുക്ക് വളരെയധികം നന്നായിട്ട് അറിയണ ഒരു ഇക്വേഷൻ ആണ് E=mc² എന്ന് പറയുന്നത്. അപ്പൊ E=mc² നമുക്ക് എങ്ങനെ ഓർക്കാം? ഒരു എലിഫന്റ് ഒരു എലിഫന്റ് ഒരു മങ്കിയുടെ അടുത്തേക്ക് പോവാണ്. അത് മങ്കി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്ക്വയർ ഷേപ്ഡ് ക്രാക്കർ പടക്കം പിടിച്ചിട്ടുണ്ട്. അപ്പൊ എലിഫന്റ് ഈസ് വാക്കിംഗ് ടുവേർഡ്സ് = ആ മങ്കി M. അതിന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു സ്ക്വയർ ഷേപ്ഡ് ക്രാക്കർ C². ഇതാണ് ക്രിയേറ്റ് എ സ്റ്റോറി. ഒരു ഇക്വേഷനിലും എവിടെ ആണെങ്കിലും നമുക്ക് കഥ ഉണ്ടാക്കാം. ആ കഥയായിരിക്കും നമ്മൾ കൂടുതൽ ഓർത്തിരിക്കുക എന്നുള്ളതാണ് ക്രിയേറ്റ് എ സ്റ്റോറി എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് കണക്ട് ദ ഇൻഫർമേഷൻ ടു സംതിങ് ദാറ്റ് യു ഓൾറെഡി നോവൽ. ഇപ്പൊ നമ്മൾ ഗ്രീക്ക് സിവിലൈസേഷൻ ആസ് വെൽ ആസ് ഗ്രീക്ക് സിവിലൈസേഷനും റോമൻ സിവിലൈസേഷനും പഠിക്കുകയാണെങ്കിൽ രണ്ടിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാം. എന്നിട്ട് രണ്ടിനും കോമൺ ആയിട്ടുള്ളത് ഇതാണ്, രണ്ടിനും ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ളത് ഇതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, പല സ്ഥലങ്ങളിൽ ഇരുന്ന് പഠിക്കുക എന്നുള്ളത് വളരെയധികം എഫക്റ്റീവാണ്. അപ്പൊ പിന്നൊരു കാര്യമാണ്, ലേൺ ചെയ്യുമ്പം
നമ്മളെ ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള നമുക്ക് വളരെ ടഫ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ അപ്പൊ കുറച്ചൊരു കുഞ്ഞു നാപ്പ് എടുക്കുക. ആ നാപ്പ് എടുത്തിട്ട് എണീറ്റ് കഴിയുക എന്നുള്ളത് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ നാപ്പിന്റെ കൂടെ തന്നെ കൂട്ടിച്ചേർത്ത് പറയാണ്, എക്സാം ആവുന്ന സമയത്ത് വളരെയധികം ടെൻസ്ഡ് ആവുന്ന വെച്ചിട്ട് ഒരിക്കലും ഉറക്കം സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ എത്രത്തോളം നന്നായിട്ട് ഉറങ്ങുന്നോ അത്രയും നമുക്ക് കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാനുള്ള എബിലിറ്റി കൂടുതലായിരിക്കും. ദയവ് ചെയ്ത് എക്സാമിന്റെ സമയത്ത് ആരും ഉറക്കം സ്കിപ്പ് ചെയ്യരുത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നുള്ള ഒരു കാര്യമാണ് ഫണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ ഫണൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ വളരെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു തീം പഠിച്ചതിന് ശേഷം മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു തീമിലേക്ക് പോകുക എന്നുള്ളതാണ് ഫണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ എത്രയധികം സെൻസസ് യൂസ് ചെയ്യാൻ പറ്റുമോ അത്രയും സെൻസസ് ഉപയോഗിക്കുക എന്നുള്ളത്. പിന്നെ അണ്ടർസ്റ്റാൻഡ് ദി ഇൻഫർമേഷൻ ഫുള്ളി ബിഫോർ ട്രൈ ടു മെമ്മറൈസ് ഇറ്റ്. നമ്മളത് ഓർക്കാൻ പറ്റുമോ എന്നുള്ളതിനേക്കാൾ ഉപരി ഫണൽ അപ്രോച്ചിൽ പറഞ്ഞതുപോലെ തന്നെ ആ കൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം ഓർക്കുക. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളൊരു കൺസെപ്റ്റ് പഠിക്കുമ്പോൾ എനിക്കിത് ഓർക്കാൻ പറ്റുമോ എന്ന് ടെൻസ്ഡ് ആവാതെ, അതിന് വളരെയധികം റിലേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ രാവിലെ ഡെയിലി പേപ്പർ വായിക്കാറുണ്ട്. ഈ പേപ്പർ വായിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കാറുണ്ടോ നമുക്കിത് ഓർക്കാൻ പറ്റുമോ? നമ്മൾ ഒരു വട്ടം വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ന്യൂസ് മനസ്സിലാവുന്നില്ലേ? അതേ ലാഘവത്തോടെ തന്നെ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ മതി. പിന്നെ വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരാളെ പഠിപ്പിക്കുന്നത് പോലെ പഠിക്കാൻ ശ്രമിച്ചാൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ പറ്റും. പിന്നെ ഉള്ളതാണ് സ്പേസ്ഡ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരിടവിട്ടിട്ട് ഇപ്പൊ നമ്മളൊരു കൺസെപ്റ്റ് പഠിച്ചാൽ ഒരു 2 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ ആ കൺസെപ്റ്റ് ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ നോക്കുക. അതാണ് സ്പേസ്ഡ് റിപ്പീറ്റേഷൻ. പഠിച്ചു കഴിഞ്ഞാൽ അത് അവിടെ വിടാതെ ഇടയ്ക്കിടയ്ക്ക് അത് ഇപ്പൊ നോട്ട്സ് എടുത്ത് വായിച്ചാലും മതി, ഇല്ല കൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇടവിട്ട് റിഹേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് സ്പേസ്ഡ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. ഇന്റർലീവിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് സ്റ്റഡി ലീവ്, ഇപ്പൊ ഒരു എക്സാമിന്റെ തലേന്ന് അല്ലെങ്കിൽ കൂടി ഇപ്പൊ നിങ്ങൾക്ക് ബോറടിച്ചു, കുറെ കൺസെപ്റ്റ് വായിച്ച് തല ഇതാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മാത്സ് ഇക്വേഷൻ ചെയ്തു നോക്കാം. അപ്പൊ അങ്ങനെ 2 സബ്ജക്ട്സ് ഇടയ്ക്ക് ക്ലബ് ചെയ്ത്, പക്ഷെ അതൊരു അവിയലാക്കരുത്. സിസ്റ്റമാറ്റിക്കലി ഒരു ഇക്വേഷൻ എടുത്തിട്ട് അത് ചെയ്ത് നോക്കി ഒരു ബ്രേക്ക് എടുക്കുക. അങ്ങനെ പല സബ്ജക്ട്സ് ഇടയ്ക്ക് മാറ്റി പഠിച്ചു നോക്കുമ്പോൾ ബോർഡം ഒഴിവാവും. പിന്നെയുള്ള ഒരു കാര്യമാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ലേണിംഗ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു, ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്ന് പഠിക്കാണ്ട് ഇടയ്ക്ക് പ്രോപ്പർ ആയിട്ടുള്ള ബ്രേക്ക് എടുക്കുക. 6 hours മൊത്തം ഇരുന്ന് നിങ്ങളൊരു ബുക്ക് ക്രാം ചെയ്യുന്നതിലും ഏറ്റവും എഫക്റ്റീവ് ആയിരിക്കുക 1.5 hours ബ്രേക്ക് ഇട്ടിട്ട് നിങ്ങൾ പഠിക്കുമ്പോഴാണ് റിക്കവർ ചെയ്യാൻ വളരെയധികം എളുപ്പം ഉണ്ടാവുക. പിന്നെയുള്ള ഒരു കൺസെപ്റ്റ് ആണ് ചങ്കിങ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാനിപ്പോ ഒരു നമ്പർ പറയാണ് 4, 6, 3, 8, 9, 2, 10 എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു നമ്പർ പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ പറ്റൂല. നമ്മൾ അതിനെ ചങ്കാക്കാം. 4, 6, 8, 2, 2, 9 എന്ന് പറയുകയാണെങ്കിൽ 4, 6, 8, 2, 2, 9. അപ്പൊ 4, 6, 8, 2, 2, 9 എന്ന ഒറ്റയടിക്ക് നമുക്കത് പറയാൻ പറ്റും. അതാണ് ചങ്കിങ് എന്ന് പറയുന്നത്. ഓരോ കൺസെപ്റ്റ് ഒരു വലിയ ചാപ്റ്ററിനെ ആണെങ്കിലും കുഞ്ഞി ഇതാക്കിയിട്ട് അതിനെ മാറ്റുക എന്നുള്ളതാണ് അതിന്റെ ഒരു നല്ല കാര്യം. പിന്നെ ആക്റ്റീവ് റീകോളിംഗ്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പഠിച്ച കാര്യം നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പൊ നമ്മൾ ഒരു 8 പ്ലാനറ്റ്സിന്റെ പേര് പഠിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ജൂപ്പിറ്റർ, മെർക്കുറി ഏതാ കിട്ടാത്ത ഒന്നുകൂടെ നോക്കി അത് പഠിക്കാം. അങ്ങനെയുള്ള രീതിയിൽ ആക്റ്റീവ് റീകോൾ നടത്താം. പിന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക് എന്ന് പറഞ്ഞാൽ പെഗ് വേർഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആണ്. അപ്പൊ അതിലെന്ന് വെച്ചാൽ ഓരോ നമ്പറിനും ഒരു ഐറ്റത്തിനെ പറയും. 1 എന്ന് പറഞ്ഞാൽ ബൺ, 2 ഷൂ, 3 tree, 4 door, 5 hive, 6 sticks, 7 heaven, 8 gate, 9 lion, 10 hen. ഈ 10 നമ്പർ നമ്മൾ ഓർക്കുക. ഇനി നമുക്കൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ എന്ന് പറയുന്നത് ഒരു ഓർഡറിൽ നമുക്ക് ഓർക്കണം എന്ന് പറയാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു കാര്യം ഒന്ന് ചെയ്യാം, അക്രോണിം പോലെ HOC എന്ന് ഓർത്ത് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്താക്കാം, ഒരു കഥ പോലെ ഹൈഡ്രജൻ എന്നുള്ളത് പറയുമ്പോൾ ഇമാജിൻ എ ബൺ ടൈഡ് ടു എ ബലൂൺ ദാറ്റ്സ് ഫിൽഡ് വിത്ത് ഹൈഡ്രജൻ. ഒരു ബണ്ണ് ഒരു ബലൂണിൽ ടൈ ചെയ്തേക്കാണ്, ആ ബലൂണിൽ ഫുൾ ഹൈഡ്രജൻ ആണ്. ബൺ എന്ന് പറഞ്ഞാൽ ബണ്ണാണ്. ആ ബണ്ണുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നു. രണ്ടാമത് ഇമാജിൻ ആൻ ഓക്സിജൻ ടാങ്ക് ഫാളിംഗ് ഓൺ സംവൺ. അപ്പൊ ഓക്സിജൻ, സംവൺസ് ഷൂ, 1, 2 ആരുടെയെങ്കിലും ഷൂയിലേക്ക് ഒരു ഓക്സിജൻ ടാങ്ക് വീഴുന്നത് പോലെ ഓർക്കാം. അപ്പൊ അങ്ങനെയുള്ള ഓരോ ഇമേജസുമായിട്ട് നമ്മൾ ഓരോന്നിനെ കണക്ട് ചെയ്യാം. ഈ 1 is ബൺ, 2 ഷൂ, 3 tree അങ്ങനെയുള്ള രീതിയിൽ കൺസെപ്റ്റ് ചെയ്ത് ആർക്കെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം. ഇപ്പൊ നമ്മൾ എന്താ വെച്ചാൽ എക്സാം എടുക്കുന്ന സമയമാണ്,
ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ആണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും. പിന്നീടാണെങ്കിലും വളരെയധികം എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഇത്. നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം നോട്ട്സ് ഉണ്ടാക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഫ്ലോ ചാർട്ട്സ് ഉപയോഗിച്ചിട്ട് പിന്നെന്താ പല കളറിൽ, ഇപ്പൊ നമുക്ക് പല കളറിലുള്ള മാർക്കർ പെൻസ് ഒക്കെ അവൈലബിൾ ആ, ഹൈലൈറ്റേഴ്സ് അവൈലബിൾ ആ. അപ്പൊ ഹൈലൈറ്റേഴ്സ് ഒക്കെ വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ട്, ഇല്ല ജെല്ല് പോലത്തെ കളർഫുൾ ആയിട്ടുള്ള പെൻസ് യൂസ് ചെയ്തിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടാക്കാം. നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടാക്കാം. പിന്നെ എക്സാമിന്റെ സമയത്ത് ഇപ്പം സ്റ്റഡി ലീവ് ഒക്കെ കഴിഞ്ഞ് എക്സാമിന് പോകുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം പ്രോപ്പർ ആയിട്ട് ഉറങ്ങാം. ഉറക്കം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഉറങ്ങുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഈ സമയത്ത് പരമാവധി വെജിറ്റബിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻടേക്ക് ചെയ്യാൻ ശ്രമിക്കുക. പ്രോപ്പർ നന്നായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അതുപോലെ തന്നെ നല്ലോണം വെള്ളം കുടിക്കുക. എക്സാമിന് പോകുമ്പോഴാണെങ്കിലും ഒരു ബോട്ടിലിൽ വെള്ളം കരുതുക എന്നുള്ളത് വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും. ഇപ്പൊ പഠിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കുളിച്ചിട്ടൊക്കെ പഠിക്കാനിരിക്കുകയാണെങ്കിൽ അത് വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ ഒരു ഫയൽ എടുത്തിട്ട് തലേന്ന് തന്നെ ഹോൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് ബാഗിൽ വെക്കുക. ആ സമയത്ത് ഹോൾ ടിക്കറ്റ് തപ്പാതിരിക്കുക. പിന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പുതിയ പെന്ന് യൂസ് ചെയ്യാണ്ടിരിക്കുക. ചിലപ്പോ നമുക്ക് ഗ്രിപ്പ് കിട്ടൂല, എഴുതാൻ സ്പീഡ് കിട്ടൂല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്താക്കണം, എഴുതി തയഞ്ഞ ഒരു പെന്ന് ഉപയോഗിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ഇതിപ്പോ പിന്നെ എക്സാമിന് നിങ്ങൾ ഹാളിൽ കയറി ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആദ്യം തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് വായിച്ചു നോക്കുക. അതിൽ ടെൻസ്ഡ് ആവേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ എന്തായാലും എക്സാം എഴുതണം. 40 മാർക്കിന്റെ ആവട്ടെ ഇല്ല 80 മാർക്കിന്റെ ആവട്ടെ, നമ്മൾ ഈ എക്സാം എഴുതണം. അപ്പൊ ആ എക്സാം എഴുതേണ്ട സമയത്ത് ഒട്ടും ടെൻസ്ഡ് ആവാണ്ട് നമ്മൾ എന്താക്കുക, എക്സാം എഴുതാൻ കയറുക. അതിൽ തന്നെ ഇപ്പൊ ഒരു അബദ്ധം പറ്റുന്ന ഒരു കാര്യം, ഇപ്പൊ ഈ സ്ലൈഡിൽ കണ്ടോ 13 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3 സ്കോറാണ്. 13 തൊട്ട് 16 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതാന്ന് പറഞ്ഞാൽ ഈ 13 തന്നെ എയും ബിയും ഉണ്ട്, 14 എ ബി സി ഉണ്ട്, 16 എക്സ് വൈ എന്നുള്ള രീതിക്ക് ഉണ്ട്. അപ്പൊ ഒരു ക്വസ്റ്റ്യന്റെ കീഴിലെ എല്ലാ ഓപ്ഷൻസും എഴുതണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അല്ലാണ്ട് ഇപ്പൊ ഒന്ന് മാത്രം അറ്റൻഡ് ചെയ്താൽ ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കേ കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പൊ ഒരു സബ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാം. ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള് വായിക്കണതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ആ ഒരു കൂൾ ഓഫ് ടൈം പരമാവധി യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ ഏതാണോ അറിയണത് അതൊന്ന് റൗണ്ട് ചെയ്യോ ടിക്ക് ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലാണ്ട് ഇപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും ചിലർക്ക് ഇപ്പൊ ടെൻഷനിൽ ഇപ്പൊ 13 മുതൽ 16 വരെയുള്ള ഏതെങ്കിലും 3 എണ്ണം എഴുതിയാൽ മതി. എന്നാൽ 13, 14, 15, 16 4 ക്വസ്റ്റ്യനിലും അറ്റൻഡ് ചെയ്ത് പോകും. അപ്പൊ മൊത്തം ഈ തരണ ഇൻസ്ട്രക്ഷൻസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വായിക്കാനും കൂട്ടുകാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അത് ആരും മറന്നു വരുത്. ABC എല്ലാ സബ് ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനും എല്ലാവരും ശ്രമിക്കണം. ആഫ്റ്റർ ദ എക്സാം എന്ന് പറഞ്ഞ ഒരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് തുറന്നു നോക്കോ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനോ ഒരു കാര്യത്തിന് മെനക്കെടണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമുക്ക് റിസൾട്ട് വരുമ്പോ എന്താന്ന് വെച്ചാൽ കാണാം. ആ ഒരു മൈൻഡ് സെറ്റിൽ എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നം, എക്സാം എഴുതി കഴിഞ്ഞ് കൂട്ടുകാരോട് ചോദിക്കും, അയ്യോ ഞാൻ എഴുതിയ ശരിയായിരിക്കും, അയ്യോ എന്റെ ഫസ്റ്റ് എക്സാമിന് നമ്മൾ കൂട്ടി നോക്കും എനിക്ക് എത്ര മാർക്ക് കിട്ടും. അപ്പൊ ഈ ഒരു പരിപാടി നിൽക്കാണ്ടിരുന്നാൽ തന്നെ നമ്മുടെ പകുതി ടെൻഷൻ കുറയും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂട്ടുകാർ ശ്രദ്ധിക്കുക. അപ്പൊ എന്തിനാ കഴിഞ്ഞത് കഴിഞ്ഞു. നമ്മള് മലയാളത്തിൽ വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു പഴഞ്ചൊല്ല് പറയല്ലേ, ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കരുതെന്ന്. അത്രേ ഉള്ളൂ. എക്സാം എഴുതി കഴിഞ്ഞാൽ അത് കഴിഞ്ഞത് കഴിഞ്ഞു. അടുത്തത് നമുക്കുണ്ടല്ലോ, അതിനെ നമ്മൾ എഫക്റ്റീവ് ആയിട്ട് ഡീൽ ചെയ്യുക. അതാണ് ആഫ്റ്റർ ദ എക്സാമിൽ നമ്മൾ നോക്കേണ്ട ഒരു ടിപ്പ്. അപ്പം നിങ്ങളുടെ ടൈമിനെ നമ്മൾ വാല്യൂ ചെയ്യുന്നതുകൊണ്ടാണ് വളരെ ക്രിസ്പ് ആയിട്ടുള്ള കണ്ടന്റ്സിലൂടെ നമ്മൾ പോയത്. അപ്പം ഇനി നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ ടൈം ഉണ്ട്. ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പം ഇനിയുള്ള ടൈം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ തന്നെയും നിങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇതിലും ഒരു പോയിന്റ് ആഡ് ഓൺ ചെയ്യുന്നത്, നല്ല രീതിയിൽ ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സിന്റെ ഹെൽപ്പ് തേടാം, ഫ്രണ്ട്സിന്റെ ഹെൽപ്പ് തേടാം. അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളും കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആൻസൈറ്റീസോ ടെൻഷൻസോ ഉണ്ടെങ്കിൽ മൈൻഡ് ഗുരുവിൽ ഇഷ്ടം പോലെ കൗൺസിലേഴ്സ് ഉണ്ട്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കോൺഫിഡൻസ്, ഈ ഒരു എക്സാമിന്റെ സമയത്ത് ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ ഇമോഷണൽ പാർട്ട്ണർ ആയിട്ട് ഞങ്ങളും കൂടെ ഉണ്ടാവും. അപ്പൊ എല്ലാ കൂട്ടുകാരും ഈ പറഞ്ഞ കാര്യങ്ങൾ എഫക്റ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നു. ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മൈൻഡ് ഗുരുവിലൂടെ ഞങ്ങൾ എല്ലാവരെയും കോൺടാക്ട് ചെയ്യാം. ഈ ടിപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ എല്ലാ കൂട്ടുകാരും
ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങളുടെ ലെവൽ ബെസ്റ്റില് എക്സാംസ് എഴുതുക. വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സാംസിനെ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ എക്സാം എന്ന് പറയുന്ന ലൈഫിന്റെ ഒരു എൻഡ് ഒന്നുമല്ല. നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ 1 വർഷമായിട്ട് പഠിച്ച കാര്യമല്ലേ നമുക്ക് എഴുതാനുള്ളൂ. പിന്നെ നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കാനേ? നമ്മുടെ ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പഠിക്കാൻ ഉണ്ടാവുക. നമ്മുടെ ടീച്ചേഴ്സ് പഠിച്ചു തന്നിട്ടുണ്ടാവും. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ദിവസം നിങ്ങൾക്ക് ഈ എത്ര ദിവസം ഇനി നിങ്ങൾ എത്ര ഉഴപ്പിയോ എന്തോ ഇല്ല, ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ പരിശ്രമിച്ചാൽ തന്നെ നിങ്ങൾക്ക് മോഡൽ എക്സാം ആകുമ്പോൾ കവർ ചെയ്യാൻ പറ്റും. ഇടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടും, പിന്നെ റിവൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ ആരും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഇപ്പൊ പറഞ്ഞതിൽ നിങ്ങൾക്ക് റിലേബിൾ അല്ലേ, അല്ലെ നിങ്ങൾക്ക് റിലേറ്റീവ് ആയിട്ട് തോന്നുന്ന മെമ്മറി ടെക്നിക്സ് യൂസ് ചെയ്ത് നല്ല രീതിയിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് നല്ല കോൺഫിഡന്റ് ആയിട്ട് നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ പ്രൂവ് ചെയ്ത് കൊടുക്കുക. അത് ആർക്ക് പ്രൂവ് ചെയ്യണം? നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കണം. നിങ്ങളെ കൊണ്ട് എന്താ പറ്റുക. ചിലപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഡൻസി വരും ഫോൺ നോക്കാൻ, ടി വി കാണാൻ. പക്ഷെ ഇനി ആകെ ഒരു 10 ദിവസമേ ഉള്ളൂ. ഈ 10 ദിവസം മെനക്കെട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ 10 ദിവസം കൊണ്ട്, പിന്നെ 2 മാസം ലീവാണ്, +1 വരുന്നവരെ നമുക്ക് അടിച്ചു പൊളിച്ചടക്കം ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പൊ ഇൻസ്റ്റഗ്രാമിനോടും ഫോണിനോടും ഒക്കെ ബൈ ബൈ പറഞ്ഞ് കൂടുതൽ ടെൻഷൻ ആവാണ്ടിരിക്കുക. എന്താ ഇത്രയല്ലേ ഉള്ളൂ, 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ അവസാനമല്ല എന്നത് ഓർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല കോൺഫിഡന്റ് ആയിട്ട് എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പൊ ഒന്നുകൂടെ എല്ലാവർക്കും 10ന്റെയും 12ന്റെയും എക്സാംസ് അറ്റൻഡ് ചെയ്യണ എല്ലാവർക്കും എന്റെ പേഴ്സണൽ വഴിയും അല്ല മൈൻഗുരു വഴിയും എല്ലാവർക്കും ഞങ്ങളുടെ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും എക്സാം തകർത്തെഴുതുക. എന്തെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മുടെ ഹെൽപ്പ് വേണം തോന്നിയാൽ ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് സെഷൻ തൽക്കാലം മൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ആയിഷ റഹ്ന. നമ്മളെ സെഷനിലെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ അല്ലെങ്കിൽ ബാക്കി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ കമന്റ് ആയിട്ടും ബാക്കി സംഭവങ്ങളൊക്കെ ആയിട്ട് ഇടാം. പിന്നെ മൈൻഗുരുവിന്റെ ലിങ്കുകളൊക്കെ നിങ്ങളുടെ അടുത്തൂടെ എത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അതിൽ ഇഷ്ടംപോലെ കൗൺസിലേഴ്സും പിന്നെ പ്രൊഫഷണൽസ് ആയ ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ നിങ്ങൾക്ക് സമീപിക്കാം. ഇനി ചിലപ്പോൾ ലേണിംഗ് പഠിക്കാൻ ചില പ്രശ്നങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഉള്ള വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ആ തരത്തിലും ആ എല്ലാ പ്രൈവസിയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്ക് സമീപിക്കാം. മറ്റൊന്ന്, നമ്മൾ സായി മാസ്റ്ററി സൈക്കോളജി സ്റ്റുഡൻസിന് വേണ്ടിയുള്ള കോഴ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണത്. അതുപോലെ ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് വീട്ടിലൊരു കൗൺസിലർ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഏത് വീട്ടിലായാലും നമുക്കിപ്പോൾ ഒരു കൗൺസിലർ കുറച്ച് നമുക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ തരാൻ കഴിയുന്ന, പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാള് ഉണ്ടാവേണ്ട ഒരു കാലമാണ്. അപ്പൊ അതുകൊണ്ട് വീട്ടിലൊരു കൗൺസിലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മൈൻഗുരുവിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങനെ കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. പിന്നെ മാനസികം, നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, ഒരു പനിയും തലവേദന വന്നാൽ നമ്മൾ എപ്പോഴും ഒരു ഡോക്ടറെ കാണാൻ പോകും. അതേസമയം നമുക്കൊന്ന് ഭയങ്കരമായിട്ട് ഒറ്റപ്പെടലാണ്, ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലുണ്ട്, പറയുമ്പോൾ ഉദ്ദേശമല്ല വരുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ എന്തിനും പേടിയാണ്. ഇപ്പൊ ഈ പരീക്ഷാ പേടി തന്നെ നമ്മൾ ഇങ്ങനെ ഒരു സെഷൻ എടുക്കാനുള്ള കാരണം തന്നെ കുറെ കുട്ടികൾ ഇപ്പോഴും പരീക്ഷ എന്ന് പറയുമ്പോൾ ആ സമയമാകുമ്പോഴത്തേന് കൈവെള്ളമൊക്കെ വേർത്ത് മുഖമൊക്കെ ഇതായി ആകെ കണ്ണൊക്കെ തുറച്ച് ഏതാണ്ട് വലിയ എന്തോ ഒരു പ്രശ്നത്തിലേക്ക് ഇടപെടാൻ പോകുന്നത് കണ്ടപ്പോ ഇപ്പോഴും ആ പ്രോസസ്സ് നടക്കുന്നുണ്ട്. കുറേയൊക്കെ റിക്കവർ ആയിട്ടുണ്ട്, കാരണം കുറെ ഓൺലൈനിലൊക്കെ കുറെ മെറ്റീരിയൽ വന്നിട്ട്. അപ്പൊ എന്തായാലും ഇപ്പോഴും ആ പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് വീണ്ടും അപ്പൊ മൈൻഗുരുവിൻ്റെതായ ഒരു പങ്ക് എന്നുള്ള നിലയിലാണ് പരീക്ഷയെ പേടിക്കേണ്ട, പഠിച്ചത് ഓർത്തിരിക്കാം എന്ന് പറയുന്നത്. അതിലിനി സ്റ്റുഡൻസിനുള്ള ടൈമുമായി ബന്ധപ്പെട്ട ഒരു ടിപ്പ് കൂടി പറയാനുള്ളത്, എപ്പോഴും മറ്റൊരു പരാതി കേൾക്കാറുള്ളത്, സമയം കിട്ടിയില്ല. അയ്യോ, ഞാൻ ഇംഗ്ലീഷൊക്കെ ഒരുപാട് പഠിച്ചു പോയതാണ്, പക്ഷെ സമയം കിട്ടിയില്ല. മലയാളം ഒരുപാട് പഠിച്ചു പോയ, പ്രത്യേകിച്ച് ലാംഗ്വേജിലൊക്കെയാണ് എപ്പോഴും നല്ലോണം എഴുതി അങ്ങനെ പോകും. പക്ഷെ അവസാനം നോക്കുമ്പോൾ അറിയാവുന്ന ഉത്തരങ്ങൾ എഴുതാണ്ട് പോകും. അപ്പൊ അത് ഒഴിവാക്കാനുള്ള ഒരു ടിപ്പ് എന്താന്ന് വെച്ചാല്, ടോട്ടൽ അവേഴ്സ്, അതിനെ എത്ര മിനിറ്റ് ആണെന്ന് ആദ്യമേ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സ്വാഭാവികമായിട്ടും 2.5 മണിക്കൂറോ 2.25 മണിക്കൂറോ അതിലുള്ള കൂൾ ഓഫ് ടൈം, ടോട്ടൽ 3 hours, ആ തരത്തിലാണ് ടോട്ടൽ പരീക്ഷ ടൈം ഉണ്ടാവുക. നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിൽ ടോട്ടൽ പരീക്ഷയുടെ സമയം ഉണ്ടാവും. അതിനെ മിനിറ്റിലേക്ക് ഡിവൈഡ് ചെയ്യാം. വീണ്ടും അടുത്ത ടോട്ടൽ മാർക്ക് എത്രയാണ്? 80-ലുള്ളതുണ്ട്, 40-ലുള്ളതുണ്ട്. അപ്പോൾ എത്ര മാർക്കാണ്, എത്ര മിനിറ്റ് ആണ്? ബാക്കി ഇനി ഞാൻ നിങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമല്ല. എത്ര ആ ടോട്ടൽ മിനിറ്റിനെ മാർക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മാർക്കിനെ മിനിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അപ്പൊ നമുക്ക് എത്ര മിനിറ്റ് ആണ് ഒരു മാർക്ക്
എഴുതാനുള്ളത് എന്ന് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഒരു എസ്സേ ആണ് നമ്മൾ സ്വാഭാവികമായിട്ട് ആദ്യം എഴുതുക, ചിലപ്പോൾ ചില കുട്ടികളൊക്കെ. എസ്സേ പോലുള്ള ഡീറ്റെയിൽഡ് ആയി എഴുതുമ്പോൾ കുറേ സമയം എടുക്കും, അവസാനം അറിയാവുന്ന ഉത്തരങ്ങൾക്കൊന്നും സമയം കിട്ടില്ല. അപ്പൊ ആ പരിപാടി ഒഴിവാക്കാം. ഒരു മിനിറ്റ്, ഒരു മാർക്കിന് എത്ര മിനിറ്റാണ് എനിക്ക് ചെലവഴിക്കാൻ കിട്ടുക എന്ന് ഓരോ പരീക്ഷയ്ക്കും കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ ആദ്യത്തെ പരീക്ഷയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ, അതിപ്പോ കാൽക്കുലേറ്റ് ചെയ്ത് പറയാത്ത എന്താ വെച്ചാൽ ആ പ്രോസസ്സ് നിങ്ങൾ ചെയ്യുമ്പോഴാണ് അത് നിങ്ങളുടെ തലയിലേക്ക് കൃത്യമായിട്ട് കയറാം. അപ്പൊ എന്തായാലും അങ്ങനെ വന്നാൽ ടൈം കൃത്യമായിട്ട് നമുക്ക് നേരത്തെ ഉപയോഗിക്കാൻ പറ്റും. ലാസ്റ്റ് ടൈമിൽ എക്സാമിൽ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ എഴുതിയതെല്ലാം വീണ്ടും ഒന്നുകൂടെ സമയത്തിന് മുൻപേ പരീക്ഷ തീർന്നേക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും വീണ്ടും ഒന്നുകൂടെ ആ സംഭവങ്ങളെല്ലാം നോക്കി കറക്റ്റ് ഉറപ്പുവരുത്താം. എക്സാമിനർക്ക് പേപ്പർ കൈമാറുന്നതിന് മുമ്പ് വളരെ റിലാക്സ് ആയി വളരെ സന്തോഷത്തോടു കൂടി പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാവും. പിന്നെ ഒരു തരത്തിലുള്ള ടെൻഷനും വേണ്ട. കാരണം ഏറ്റവും പവർഫുൾ ആയ ബ്രെയിനുമായിട്ടാണ്, ലോകത്തിലെ ഏത് സൂപ്പർ കമ്പ്യൂട്ടറിനേക്കാളും ശക്തിയുള്ള ഒരു തലച്ചോറുമായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും പരീക്ഷ എഴുതാൻ പോകുന്നത്. അപ്പൊ ആരും ആരെക്കാൾ പിറകിലോ മോശക്കാരോ അല്ല. അപ്പൊ 100% ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനേക്കാൾ നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കേണ്ടത്? നത്തിങ് ടു വറി. അപ്പോൾ എല്ലാ ടെൻഷനും അവിടെ ആർക്കാണ് വേണ്ടത് വെച്ചാൽ അവർക്ക് വിതരണം ചെയ്ത് അവരെടുത്തോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ വളരെ റിലാക്സ് ചെയ്തിട്ട് എക്സാം ഹാളിലേക്ക് പോവുക. വളരെ റിലാക്സ് ചെയ്ത് എക്സാം എഴുതുക. അതിൽ ഇപ്പൊ മാത്രമല്ല, ഇപ്പൊ കൂൾ ഓഫ് ടൈമും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കൂൾ ഓഫ് ടൈമിൽ പോലും നിങ്ങൾ ഇങ്ങനെ അന്തം വിട്ട് ബേജാറായിരിക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു എഴുതിയോ ഇവളുടെ തീർന്നോ അങ്ങനെയുള്ള ടെൻഷനിലേക്ക് ഒന്നും പോകണ്ട. ആ കുറച്ച് സമയം നിങ്ങളുടെ മാത്രം ടൈമാണ്. അത് വളരെ റിലാക്സ് ചെയ്ത് എഴുതുക. ഓക്കെ, ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ മൈൻഡ് ഗുരു ഓൺലൈൻ കൗൺസിലിംഗ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അതിൽ കൗൺസിലിംഗ് ഉണ്ട്, സൈക്കോളജി പഠിച്ചിറങ്ങുന്ന നിങ്ങളൊക്കെ മുതിർന്ന ചേച്ചിമാർക്ക് PG സൈക്കോളജി ഒക്കെ കഴിഞ്ഞ ആളുകൾക്കുള്ള കോഴ്സുകളൊക്കെ കൊടുക്കുന്ന പ്ലാറ്റ്ഫോമാണ്. അപ്പൊ നേരത്തെ സംസാരിച്ച മാഡത്തെ പോലെ, ആയിഷ റഹന മാഡത്തെ പോലെ ഒരുപാട് പ്രഗത്ഭരായ കൗൺസിലേഴ്സ് ഓൺബോർഡ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് മൈൻഡ് ഗുരു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ പഠനത്തിലും നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ സമൂഹത്തുമായിട്ടുള്ള ഇടപെടലിലും ഒക്കെ ആവശ്യമായി വരുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം മൈൻഡ് ഗുരു എന്ന പ്ലാറ്റ്ഫോമിനെ. അതോടൊപ്പം മറ്റൊരാൾക്ക് ആവശ്യമെങ്കിൽ അയാളൊരു പ്രയാസം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവർക്ക് സജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും തരുന്നു. ഒരു ഭയങ്കര അതിമനോഹരമായ ഫ്ലൈങ് കളേഴ്സിൽ നമ്മളുടെ ആ SLC റിസൾട്ട് വരുന്ന ദിവസം ഇപ്പോഴേ മനസ്സിൽ കാണുക. then you will definitely get it. അപ്പൊ ഇനി നിങ്ങളുടെ കമന്റുകളൊക്കെ വന്നോട്ടെ. എന്തൊക്കെയാണ് സംശയങ്ങളും വളരെ സീരിയസ് ആയ എന്തെങ്കിലും കൺസേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അഡ്രസ് ചെയ്യാൻ എങ്ങനെ കഴിയാൻ നോക്കാം. ഇതിന്റെ തുടർച്ച ഇപ്പോൾ ഓഡിബിൾ ആണ്. റിപ്പീറ്റ് ചെയ്തോളൂ സ്റ്റാർട്ടിങ് മുതൽ. എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഹലോ. Yeah, you are audible now. ഓക്കെ, താങ്ക് യു. അപ്പൊ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടാണ് വരണതെങ്കിൽ കുട്ടിയുടെ കൂടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ഇനി 10th എത്തിയിട്ടില്ലാത്ത ഒരു കുട്ടിയാണ്, ഇപ്പൊ ഹൈസ്കൂൾ സെഷനിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഈ വെക്കേഷൻ എന്ന ടൈം വളരെയധികം എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്തിട്ട് കുട്ടിക്ക് യൂട്യൂബിൽ തന്നെ പല വീഡിയോസ് ഉണ്ടാവും, ഇല്ല ഏതെങ്കിലും ആപ്പുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് കുട്ടിക്ക് അത് പഠിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഒരുക്കി കൊടുക്കുക എന്നുള്ളതായിരിക്കും എഫക്റ്റീവ്. അപ്പൊ കുട്ടി ഏത് ക്ലാസ്സിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. 10th 12th ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് വളരെയധികം നോർമൽ ആണെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. കൊറോണ ബേസ് ചെയ്തിട്ട് കുറെ അധികം കുട്ടികൾക്ക് ക്ലാസ്സസ് ഒക്കെ മിസ്സായ സാഹചര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാദ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് അവരുടെ കൂടെ നിന്ന്, ഇപ്പൊ 10th എത്താത്തൊരു കുട്ടിയാണ്, ഒരു പ്രൈവറ്റ് ട്യൂഷൻ പോലത്തെ കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം വെക്കേഷന്റെ സമയത്ത്. ഇല്ല അവരുടെ കൂടെ നമ്മളും ഇരുന്നിട്ട് നമ്മളും നമ്മുടേതായ ഒരു എഫോർട്ട് ഇടുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ കുട്ടീനെ അതും കൂടി ഇതാക്കിയിട്ട് ബേർഡൻ ചെയ്യാണ്ട് കൺസെപ്റ്റ്സ് ഈസി ആക്കി മനസ്സിലാക്കി കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കും കൂടുതൽ എഫക്റ്റീവ്. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഈ ക്വസ്റ്റ്യന് ഉള്ള എന്തെങ്കിലും ഇനി ആർക്കെങ്കിലും ആഡ് ഓൺ ചെയ്യണമെങ്കിലും ആഡ് ഓൺ ചെയ്യാട്ടോ.
സോഷ്യൽ സയൻസ് പെട്ടെന്ന് മറന്നു പോകുന്നു. ഷാഫി എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ചോദ്യമാണ്. ഓക്കെ, സോഷ്യൽ സയൻസ് എന്ന് പറയണത് നമുക്കിപ്പോ മാത്സ് പോലത്തെ സോഷ്യൽ സയൻസ് മാത്സ് പോലത്തെ ഒരു സബ്ജക്റ്റ് അല്ലല്ലോ സോഷ്യൽ സയൻസ് എന്ന് പറയണത്. അപ്പൊ അതിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ് വേറൊരു കാര്യം. സോഷ്യൽ സയൻസിന് മാത്സ് പോലത്തെ ഒരു സബ്ജക്ട് അല്ലാത്തത് കൊണ്ട് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഒരു സ്റ്റോറി പോലെയൊക്കെ പഠിക്കുകയാണെങ്കിലായിരിക്കും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടിരിക്കുക. അപ്പൊ അതിന് ഉപയോഗിക്കേണ്ട ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ സ്റ്റോറി പഠിക്കുക പോലത്തെ കാര്യങ്ങളാണെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. ഇപ്പം ജോഗ്രഫി പോലത്തതൊക്കെ ആണെങ്കിൽ നമുക്ക് മാപ്പ് പോലത്തെ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് പഠിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മള് സെഷൻ വൈൻഡിങ് അപ്പിലേക്ക് പോവാണ്. അപ്പൊ എന്തായാലും മിസ് ആയിഷ റഹ്ന, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, വളരെ നന്ദിയുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടോ, ചോദ്യങ്ങളുണ്ടോ? മ്യൂട്ടാണോ? ഒരു 7th ക്ലാസ് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? ഒന്ന് യൂട്യൂബ് ചാറ്റ് ബോക്സ് നോക്കാവോ? കുഴപ്പമില്ല, അവന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. കുഴപ്പമില്ല. ഇനി മുഹമ്മദ് മുഹസിൻ എന്ന് പറഞ്ഞ ആളാണ്. It's just saying that 7th ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ 7th പഠിക്കുന്ന ആൾക്ക് ബേസിക്സിന്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഒട്ടും ടെൻഷൻ ആവണ്ട. നമുക്ക് വെക്കേഷന്റെ ടൈം ഒക്കെ ആവുമ്പോ നല്ല രീതിയിലുള്ള ഒരു ഗ്രൂമിങ്ങോ കാര്യങ്ങളോ ചെയ്തിട്ട് 8th ഒക്കെ ആവുമ്പോഴത്തേക്ക് ഉഷാറാവാം. ഒരു രീതിയിലും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അപ്പൊ ആ സമയത്ത് ഈ 5th 6th 7th ടെക്സ്റ്റ് ബുക്സ് എടുക്കുക, അത് റെഫർ ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ ഗവൺമെന്റ് കൈറ്റിന്റെ തന്നെ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട്, ടീച്ചേഴ്സ് തന്നെ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളും എടുക്കുകയാണെങ്കിൽ അതൊക്കെ റെഫർ ചെയ്തിട്ട് പഠിക്കാം. ടെക്സ്റ്റ് ബുക്സോ കാര്യങ്ങളിലെ ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ചേർന്നിട്ട് വെക്കേഷന് വീട്ടിലിരുന്നിട്ട് എല്ലാ ദിവസവും ഒന്നും പഠിക്കണം എന്നല്ല കേട്ടോ. വെക്കേഷന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു 2 days വീക്കോ മറ്റോ ഫ്രണ്ട്സ് ഒക്കെ ചേർന്നിട്ടോ ഇല്ലേ അങ്ങനെയുള്ള ഇല്ലേ ഏതെങ്കിലും ഒരു പാരന്റ് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടോ ഇല്ലെ ട്യൂഷൻ സെന്ററിൽ പോയിട്ടോ ഒക്കെ ബേസിക്സ് പഠിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും. മാത്സ് എങ്ങനെ പഠിക്കാം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. മാത്സ് പഠിക്കാന്ന് പറഞ്ഞ ബൈ ഹാർട്ട് ചെയ്താൽ നമുക്ക് മാത്സ് പഠിക്കാൻ പറ്റില്ല. ഡിസ്റ്റർബൻസ് ഉണ്ട്, വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ട്. മനസ്സിലാവുന്ന ഒരു കാര്യം മാത്സ് എന്ന് പറയുന്നത് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ട് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് ആയിട്ട് വരണ ഒരു സാധനമാണ് മാത്സ് എന്ന് പറയുന്നത്. അപ്പൊ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് എടുക്കാം. ഒരു കൺസെപ്റ്റ് ഇപ്പൊ നമ്മൾ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പല നമ്പേഴ്സ് ഉപയോഗിച്ച് മാറ്റി 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 ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് തന്നെ പഠിച്ചാല് മാത്സ്. അതായത് മാത്സ് എല്ലാരും പറയും മാത്സ് ഭയങ്കര ടഫാ. പക്ഷെ മാത്സിന്റേതായ ഒരു ഭംഗി എന്താന്ന് വെച്ചാൽ ഒരേ പാറ്റേൺ ആയിരിക്കും. നമുക്ക് ആ പാറ്റേൺ ക്ലിക്ക് ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ വളരെയധികം എളുപ്പമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള മെത്തേഡ് യൂസ് ചെയ്യുക. വാല്യൂസ് മാറ്റി മാറ്റി ആ വഴി നമ്മൾ നന്നായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിൽ തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻസ് ഇടാം. ഇപ്പൊ നമ്മൾ പറയില്ലേ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ ആംഗിൾ ഇത്രയാണെങ്കിൽ അതിന്റെ ലൈൻസിന്റെ ഹൈറ്റ് എത്ര എന്ന് പറഞ്ഞാൽ ഇനി ഹൈറ്റ് വെച്ചിട്ട് ആംഗിൾ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ ചെയ്യാം. പല രീതിയിൽ തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻസ് ഇട്ട് നല്ല എഫേർട്ട് വേണ്ട ഒരു സബ്ജക്റ്റാ മാത്സ്. പക്ഷെ അതിന്റെ ഐഡിയ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ വളരെയധികം ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. എഴുതി പഠിക്കുക, വായിച്ചു പഠിക്കാതിരിക്കുക, എഴുതി പഠിക്കുക എന്നുള്ള മെത്തേഡ് ഫോളോ ചെയ്യാം. അതുപോലെ നമ്മുടെ റിയൽ ലൈഫ് ഇൻസിഡന്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതും
മാത്സ് കണക്ട് ചെയ്തിട്ട് ഒരു കഥ പറയണ പോലെ പറയാം. കഥ പറയണ പോലെ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. സൈനും കോസും കൂടി പോയപ്പോഴാണ് അത് സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു കഥ പോലെ അതിന് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ മാത്സ് എടുത്താ പൊങ്ങാത്ത സാധനമാണെന്ന് ടെൻഷൻ അടിക്കാണ്ട് ഒരു കഥ പോലെ ഒക്കെ പഠിക്കുകയാണെങ്കിൽ എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഒരു സുരേഷ് ബാബു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് മൊബൈല് പഠിക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത്. പക്ഷെ ആ മൊബൈലിൽ നിന്ന് പലപ്പോഴും ഇപ്പൊ ഈ പരീക്ഷാകാലമായിട്ടും വേണ്ടത്ര മൊബൈല് മാറ്റിവെക്കാൻ സാധിക്കുന്നില്ല. വീണ്ടും അതിലേക്ക് തന്നെ വഴുതി പോകുന്നു, മറ്റു എന്റർടൈൻമെന്റിലേക്ക്. മ്യൂട്ടാണ്. മ്യൂട്ടാണ്. സോറി. അപ്പൊ നമുക്ക് എന്താ ഇപ്പം ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും ടെക്നോളജി നമ്മളെ കൺട്രോൾ ചെയ്യരുത്, നമ്മൾ വേണം ടെക്നോളജീനെ കൺട്രോൾ ചെയ്യാൻ എന്നാണ് പറയാ. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ ഒരിക്കലും യൂസ് ചെയ്യില്ല, ഇല്ലേ നമുക്ക് നെറ്റ് ഓഫ് ചെയ്തിടാം, ഇത്ര മണിക്കൂർ കഴിഞ്ഞാൽ ഞാനിനി ഏറ്റവും കൂടുതൽ ഡിസ്ട്രാക്ഷൻ വരുന്നത് നമ്മൾ നെറ്റ് ഓൺ ആക്കി വാട്സാപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്ന സമയത്താണ് നമുക്ക് വളരെയധികം ഡിസ്ട്രാക്ഷൻസ് വരിക. അപ്പൊ അതിനെ മറികടന്നുകൊണ്ട് പഠിക്കാനുള്ള മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പൊ യൂട്യൂബിലാണെങ്കിലും PPT ആണെങ്കിലും ഡോക്യുമെന്റ് ആണെങ്കിലും നമുക്കത് ഡൗൺലോഡ് ചെയ്തിടാൻ പറ്റുമല്ലോ. അപ്പൊ ഇപ്പം ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഫോൺ യൂസ് ചെയ്യുന്നതിന് പകരം ലാപ്ടോപ്പ് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഒരു പരിധിവരെ ഡിസ്ട്രാക്ഷൻ കുറയ്ക്കാൻ പറ്റും. ഇനി ഒട്ടും പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽ ഒക്കെ പ്രിന്റ് ഔട്ട് എടുക്കുക, എന്നിട്ടിരുന്ന് വായിക്കാം. ആ എക്സ്റ്റെന്റ് പോലും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇത് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൗൺസിലിംഗ് വിങ്ങിൽ തന്നെ ഇന്റർനെറ്റ് അഡിക്ഷൻ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും എന്ന രീതിയിലുള്ള കൗൺസിലിംഗ് സെഷൻസോ ഹെൽപ്പോ വേണമെങ്കിൽ അതും ഡീൽ ചെയ്യാം. പിന്നെ നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ എക്സാമിന് മുന്നേ കുറച്ച് നാള് ഈ ഡിജിറ്റൽ എക്യുപ്മെന്റ്സിൽ നിന്ന്, അതായത് ഫോണ് അങ്ങനെയുള്ള കാര്യത്തിൽ നിന്ന്, വാട്സാപ്പ് വേണമെങ്കിൽ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം പോലത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നിട്ട് നമ്മുടെ ഫോക്കസ് എക്സാം. ഈ എക്സാം എന്ന് പറഞ്ഞാൽ ഒരു 10 ദിവസം ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ ഒരു 10 ദിവസം നമ്മുടെ 100% അതിന് കൊടുത്തിട്ട് ബാക്കിയുള്ള എന്റർടൈൻമെന്റ് നോക്കുക, ഒരു സ്റ്റെപ്പ് ബാക്കോട്ട് നിന്നിട്ട് ആവശ്യത്തിന് ഇപ്പൊ അതിന് നമുക്ക് ഇതിനു മുന്നേയും നമുക്ക് അതിൻ്റെതായ കാര്യങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ പ്രിന്റ് ഔട്ട് എടുക്കുകയോ ഡൗൺലോഡ് ചെയ്തിട്ട് ലാപ്പിൽ യൂസ് ചെയ്യോ അങ്ങനെയുള്ള എന്ത് ഓപ്പർച്യൂണിറ്റി വേണേലും നമുക്ക് അങ്ങനെയുള്ള വഴികളുണ്ട്. പിന്നെ ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് നമുക്ക് സെൽഫ് കെയർ ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം മുൻപ് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറയാൻ വിട്ടൊരു കാര്യം റിലാക്സേഷൻ ടെക്നിക്സ്. നിങ്ങൾക്ക് എക്സാം ഹാളിൽ കയറി വളരെയധികം ടെൻഷൻ ആവുന്നുണ്ടെങ്കിൽ കുഞ്ഞു റിലാക്സേഷൻ ടെക്നിക്സ് ചെയ്യാം. ഇപ്പൊ പോസിറ്റീവ് വിഷ്വലൈസേഷൻ ഒക്കെ പറയും. നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് ആലോചിച്ച് നോക്കുക എത്രത്തോളം എഫക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ എഫേർട്ടും കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന percentage of മാർക്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവുക അതൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ഇല്ല ചുമ്മാ ബ്രീതിങ് എക്സസൈസസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതും എഫക്റ്റീവ് ആയിരിക്കും. Okay. Any other questions? അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോ താങ്ക് യു മിസ് ആയിഷ റഹ്ന. എല്ലാവർക്കും നമ്മുടെ ഇന്ന് ഈ സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഒരു വലിയ നന്ദി മൈൻഡ് ഗുരുവിൻ്റെതായിട്ട് പറയുന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് പരീക്ഷ വളരെ ഗംഭീരമായി വളരെ സന്തോഷത്തോടു കൂടി എഴുതുക. വളരെ സന്തോഷം നിറഞ്ഞ വിജയം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ബൈ. എനിത്തിങ് എൽസ്? Nothing. Okay. ആൻഡ് എവരിവൺ, നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളെല്ലാവരും എക്സാം എഴുതാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മൈൻഡ് ഗുരുവിന്റെ ഒരു കോൺസ്റ്റന്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ദിവസവും നിങ്ങളെ എക്സാം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന സെൽഫ് കെയറിലേക്കും അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങൾക്ക് ഒരു പേടി ഇല്ലാതെ തന്നെ ഒരു ഉത്കണ്ഠ ഇല്ലാതെ തന്നെ എങ്ങനെ നിങ്ങൾക്ക് എക്സാമിനെ പോസിറ്റീവായിട്ട് സമീപിക്കാം എന്ന് നിങ്ങൾക്ക് അസിസ്റ്റൻസ് തരുന്ന തരത്തിൽ ഒരു കുറച്ച് സമയത്ത് ഞങ്ങളുടെ കൂടെ ചെലവഴിക്കാനുള്ള ഒരു കുറച്ച് സമയമായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു എക്സാം കഴിയുന്നത് വരെ ഞങ്ങളുടെ
കോൺസ്റ്റന്റ് സപ്പോർട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ലൈവുകളായിട്ടും പ്രോഗ്രാംസും ആയിട്ടും നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൈൻഗുരു കമ്മ്യൂണിറ്റിയിലും മൈൻഗുരുവിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള ലൈവുകൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പരീക്ഷക്കാലം മുഴുവൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു ആയിഷ റഹ്ന, താങ്ക് യു മിസ്റ്റർ അബ്ദുൽ സുൽത്താൻ, താങ്ക് യു മിസ്റ്റർ അബ്ദുൽ സലീം, താങ്ക് യു മിസ് ജംഷീന ആൻഡ് എവരിവൺ.